ഖത്തറിന് നേരെ ഇന്ന് ഇറാൻ നടത്തിയത് 3 മിസൈൽ ആക്രമണങ്ങളാണ്. എല്ലാ മിസൈലുകളെയും പ്രതിരോധിച്ചതായി ഖത്തർ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിനിടെ ആക്രമണം നടക്കുന്ന വേളയിൽ ഖത്തർ മധ്യസ്ഥതയ്ക്കില്ലെന്ന് വിദേശകാര്യ സഹമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് അൽ ഖുലൈഫി പറഞ്ഞു. ഇന്ന് 500-ലേറെ ഇന്ത്യക്കാർ ഖത്തറിൽ നിന്ന് നാട്ടിലെത്തി. നാളെയും ഇന്ത്യയിലേക്ക് സർവീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അബ്ബാസ് മുഹമ്മദ് വിവരങ്ങൾ നൽകും. അബ്ബാസ്, ഖത്തറിൽ എവിടെയൊക്കെയാണ് മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായത്? ദിവ്യ, ഇന്ന് 3 തവണയാണ് ഖത്തറിനെ ഇറാൻ ആക്രമിച്ചത്. അത് ഒന്ന് രാവിലെ 8:15-നായിരുന്നു. രണ്ടാമത്തത് ഉച്ചക്ക് 12:30-യോടെയും മൂന്നാമത്തത് വൈകിട്ട് ഉച്ചതിരിഞ്ഞ് 3:15 കൂടെയുമായിരുന്നു. ഇങ്ങനെ 3 ആക്രമണങ്ങളാണ് ഇന്ന് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഖത്തറിനെതിരെ ഉണ്ടായത്. ഈ 3 ആക്രമണം നടക്കുന്ന സമയത്തും നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ ഇവിടുത്തെ അലർട്ട് സംവിധാനം വരികയും അതുപോലെ കുറച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ അതിജാഗ്രതാ സന്ദേശം ഒഴിവാക്കുകയും ചെയ്യുന്ന രീതിയാണ് നിലവിലുള്ളത്. ഈ 3 ആക്രമണങ്ങളും ആകാശത്ത് വെച്ച് തന്നെ ഖത്തർ സായുധ സേന തകർക്കുന്ന സാഹചര്യമാണുള്ളത്. എത്ര മിസൈലുകളാണ് ഇന്ന് ഇറാൻ ഖത്തറിനെതിരെ ഉപയോഗിച്ചത് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടില്ല. കഴിഞ്ഞ ദിവസം 5 ബാലിസ്റ്റിക് മിസൈലുകളാണ് ഈ രാജ്യത്തിനെതിരെ ഇറാൻ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇന്ന് എത്ര മിസൈലുകൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഖത്തറിലേക്ക് എത്തി എന്നുള്ള കാര്യത്തിൽ മന്ത്രാലയം ഇതുവരെ ആ വാർത്താക്കുറിപ്പുകളിലൊന്നും പറയുന്നില്ല. ഏതായാലും 3 തവണ ഇന്ന് ഖത്തർ ആക്രമിക്കപ്പെട്ടു. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങൾ ഉണ്ടായി. ഇതുവരെ 100-ലേറെ ബാലിസ്റ്റിക് മിസൈലുകൾ, 39 ഡ്രോണുകളും 2 ഫൈറ്റർ ജെറ്റുകളും ഇറാൻ ഖത്തറിനെ ആക്രമിക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ സിംഹഭാഗവും ഖത്തർ തകർത്തിട്ടുമുണ്ട് എന്നുള്ളതാണ് പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നത്. ഇവയെല്ലാം ആകാശത്ത് വെച്ച് തന്നെ ഇന്റർസെപ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് നേരത്തെ തന്നെ ഈ ആക്രമണം ആരംഭിച്ച ഫെബ്രുവരി 28 മുതൽ തന്നെ ഉള്ളത്. ഏതെങ്കിലും സ്ഥലത്തേക്ക് അങ്ങനെ ജനവാസ കേന്ദ്രങ്ങളിലേക്കോ അല്ലെങ്കിൽ ജനനിബിഡ പ്രദേശങ്ങളിലേക്കോ മിസൈൽ പതിക്കുന്ന യാതൊരു തരത്തിലുള്ള സാഹചര്യവും ഇതുവരെ ഖത്തറിൽ ഉണ്ടായിട്ടില്ല. അൽ-ഉദൈദ് വ്യോമത്താവളത്തിൽ ഏതാനും മിസൈലുകൾ പതിച്ചതൊഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ മിസൈലുകളും ആകാശത്ത് വെച്ച് തന്നെ തകർക്കുന്ന ഒരു സിറ്റുവേഷനാണ്, ഒരു സാഹചര്യമാണ് നിലവിൽ ഖത്തറിലുള്ളത്. ദിവ്യ, ശരി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്ബാസ്, നോക്കൂ, ഓരോ ദിവസം പിന്നിടുമ്പോഴും ഈ ഇറാനിൽ നിന്ന് വരുന്ന ആക്രമണങ്ങളുടെ എണ്ണം, മിസൈലുകളുടെയും ഡ്രോണുകളുടെയും എണ്ണത്തിൽ കാര്യമായ കുറവ് തന്നെ വന്നിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും ഇന്ന് ഒരു കൃത്യമായിട്ടുള്ള വിവരങ്ങൾ എത്ര മിസൈൽ ഇങ്ങോട്ട് വന്നു എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ തന്നിട്ടില്ല. ഇന്നലെ അത് 5 ബാലിസ്റ്റിക് മിസൈലുകൾ ഇങ്ങോട്ട് തൊടുത്തു എന്നാണ് ഇറാൻ തൊടുത്തു എന്നാണ് ഖത്തർ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നത്. ഏതായാലും ഇന്ന് അങ്ങനെ ഒരു എണ്ണമില്ല. എണ്ണം കിട്ടിയതിന് ശേഷം മാത്രമാണ് എത്ര മിസൈൽ ഇന്നും ഇന്നലെയുമായി വന്നു എന്നുള്ള കാര്യത്തിൽ നമുക്കിത് തീർപ്പിലെത്താൻ പറ്റൂ. ഇതിൽ ആകെ പറയാനുള്ളത് 100-ലേറെ ബാലിസ്റ്റിക് മിസൈലുകൾ ഈ രാജ്യത്തിനെതിരെ ഖത്തർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ദിവ്യ, ശരി. അബ്ബാസ് മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ഖത്തറിൽ ഇന്നും ആക്രമണമുണ്ടായി. 3 ഇടങ്ങളിലാണ് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായത്. അത് പ്രതിരോധിക്കുകയും ചെയ്തു.